എല്ലാവർക്കും മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫോർത്ത് മൊഡ്യൂളിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ അവസാനം നോക്കാൻ ബാക്കി വെച്ചൊരു ടോപ്പിക്കായിരുന്നു നമ്മുടെ വെർനിയർ ഡെപ്ത് ഗേജിനെ കുറിച്ച്. സോ നമ്മൾ ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വെർനിയർ ഡെപ്ത് ഗേജിനെ കുറിച്ച് 7 മാർക്കിന് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്ക്. എന്നാൽ അതേപോലെ തന്നെ വളരെ എളുപ്പമാണ് ഈ ടോപ്പിക്ക്. സോ നമ്മുടെ വെർനിയർ ഡെപ്ത് ഗേജിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്ന സമയത്ത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറാണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫിഗറാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആദ്യം പറയാം. ഇതിലാദ്യം ഒരു സ്കെയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അത് നമുക്ക് മെയിൻ സ്കെയിലാണ്. ഈ കാണുന്നത് നമ്മുടെ മെയിൻ സ്കെയിലാണ്. സാധാരണ ഒരു സ്റ്റീൽ റൂള് പോലത്തെ സ്കെയിലാണ് മെയിൻ സ്കെയിൽ. അപ്പോൾ ഒരു ഭാഗം മനസ്സിലാക്കി വെക്കുക, മെയിൻ സ്കെയിൽ. പിന്നെ വരുന്ന അടുത്ത ഭാഗം നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു ഓർഡറിൽ നിങ്ങൾ ഓർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഫിഗർ നീറ്റായിട്ട് വരയ്ക്കാൻ സാധിക്കും. സോ ഈ ഭാഗമാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും ബേസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വെർനിയർ ഡെപ്ത് ഗേജ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത് ആദ്യം ജസ്റ്റ് ആവുന്ന മനസ്സിലാക്കി വെക്കാം. ദ വെർനിയർ ഡെപ്ത് ഗേജ് ഈസ് എ പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ആക്യുറേറ്റ്ലി മെഷർ ദ ഡെപ്ത് ഓഫ് ഹോൾസ് അല്ലെങ്കിൽ സ്ലോട്ടുകൾ അല്ലെങ്കിൽ റിസസ്സുകൾ ആൻഡ് ദ ഹൈറ്റ് ഓഫ് സ്റ്റെപ്സ് ഫ്രം എ റെഫറൻസ് പ്ലെയിൻ. ഇപ്പോൾ ഒരു റെഫറൻസ് പ്ലെയിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഹോളിൻ്റെ ഡെപ്തോ അല്ലെങ്കിൽ വല്ല സ്ലോട്ടിൻ്റെ ഡെപ്തോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ വെർനിയർ ഡെപ്ത് ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആ ഒരു വെർനിയർ സ്കെയിൽ അല്ലെങ്കിൽ വെർനിയർ കാലിപ്പറിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ 2 ഡിഫറൻറ്റ് സ്കെയിലിൽ റീഡിങ്സിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഒരു ആക്യുറസിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. സോ ആദ്യം നമ്മൾ വെർനിയർ ഡെപ്ത് ഗേജിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സോ നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം ആ ഒരു മെയിൻ സ്കെയിൽ അഥവാ ആ ഒരു സ്റ്റീൽ റൂള് പോലത്തെ സ്കെയിൽ ആദ്യം വരയ്ക്കുക. പിന്നെ വരയ്ക്കേണ്ട ഭാഗം നമ്മുടെ ഈ ഒരു ബേസാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് എന്ത് ചെയ്യാം, ഒരു റെക്റ്റാങ്കിൾ നീട്ടി വരയ്ക്കാൻ ജസ്റ്റ് ബേസ് ഇങ്ങനെ വരച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷൻ പോലത്തെ ഭാഗമായി. പിന്നെ വരുന്ന നമുക്ക് വെർനിയർ സ്കെയിൽ കാണിക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, വെർനിയർ സ്കെയിലിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്തായിട്ട് കാണിക്കേണ്ടത് നമ്മുടെ ആ ഒരു വെർനിയർ സ്കെയിലിൻ്റെ ഭാഗമാണ്. ഇത്രയും വരുന്ന ആ ഒരു വെർനിയർ സ്കെയിലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ വെർനിയർ സ്കെയിലിൻ്റെ ഭാഗം വരയ്ക്കാൻ നമുക്ക് ഇതിനൊരു സപ്പോർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അതേപോലെ എന്ത് ചെയ്യുക, അതേ വലുപ്പത്തിൽ ഇപ്പുറത്തും നമ്മൾ വരച്ച് വെക്കുക. ഓക്കെ, ഇപ്പോൾ വരയ്ക്കേണ്ട ഒരു പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള പ്രൊസീജിയറാണ് പറയുന്നത്. നിങ്ങൾ ആ രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഐഡിയയിൽ എന്ത് ചെയ്യുക, നിങ്ങളതിന് വരച്ച് പഠിക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ ആ വെർനിയർ സ്കെയിൽ വരച്ചു. അപ്പോൾ നമുക്ക് ആ വെർനിയർ സ്കെയിലിനൊരു ഫൗണ്ടേഷൻ കൊടുക്കണം. അതിനുള്ള ഭാഗമാണ് അടുത്ത് വരയ്ക്കാൻ പോകുന്നത്, ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വെർനിയർ സ്കെയിലിനൊരു ഫൗണ്ടേഷൻ പോലെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആ ഒരു ലിങ്ക് ചെയ്യുന്ന ഒരു ഭാഗം കൂടി വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് 2 സ്ക്രൂസ് വരുന്നുണ്ട്. അതായത് അഡ്ജസ്റ്റബിൾ സ്ക്രൂസാണ്. ഇവിടെ ഒരു സ്ക്രൂ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ഇവിടെയും കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒരു സ്ക്രൂ എന്ത് ചെയ്യാം, ഒരു സ്ക്രൂ പോലെ വരയ്ക്കുക. അതേപോലെ ഈ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ വരയ്ക്കാനുള്ള അല്ലെങ്കിൽ ക്ലാമ്പ് വരയ്ക്കാനുള്ള ഭാഗം ഒരു ക്ലാമ്പായിട്ട് ഇവിടെ വരയ്ക്കുക. അതിൻ്റെ മേലെ ഇതേപോലെ ജസ്റ്റ് ഒരു സ്ക്രൂവിൻ്റെ ഭാഗവും വരയ്ക്കുക. ഓക്കെ, ഒരു സ്ക്രൂവിൻ്റെ ഭാഗവും വരയ്ക്കുക. ശേഷം ആ ഒരു ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലാമ്പിനെ ഫിക്സ് ചെയ്യുന്നൊരു ഭാഗം ജസ്റ്റ് മറ്റൊരു സെക്ഷൻ ഇവിടെയും വരച്ച് തന്നെ നമ്മുടെ ഏകദേശം നമ്മുടെ വെർനിയർ ഡെപ്ത് ഗേജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായി. പിന്നെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു സ്കെയിലിൽ ഇതേപോലെ എന്ത് ചെയ്യുക, സ്കെയിലിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ആ ഒരു റീഡിങ്ങുകളും അവിടെ കാണിച്ചു വെക്കുക. ജസ്റ്റ് ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള മെയിൻ സ്കെയിലും ബേസും വെർനിയർ സ്കെയിലും ആ ഒരു ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലാമ്പും പിന്നെ ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഒക്കെ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് എന്ത് ചെയ്യുക, അതിൽ കാണിക്കുക. 1 2 3 4 തൊട്ടുള്ള ആ റീഡിങ് സീലുകളിൽ കാണിക്കുക. നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ വരച്ച് പഠിച്ചു. എന്ത് ചെയ്യാം, അതിൽ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്ന ബേസാണ്. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്കെയിലിൻ്റെ താഴെ ഇവിടെ വരുന്ന ഭാഗമാണ് നമ്മുടെ ബേസ്, അല്ലെ ഈ ഭാഗമാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. ദിസ് ഈസ് എ ഫൈൻലി ഗ്രൗണ്ട് ആൻഡ് ഫ്ലാറ്റ് സർഫസ് ദാറ്റ് റെസ്റ്റ് ഓൺ ദ റെഫറൻസ് പ്ലെയിൻ ഓഫ് ദ വർക്ക് പീസ്
ഫ്രം വിച്ച് ദ ഡെപ്ത് മെഷർമെൻറ്റ് ഈസ് ടേക്കൺ. ഇപ്പോൾ സപ്പോസ് ഇവിടെ ഇതൊരു നമ്മുടെ ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻ്റെ ഒരു ഭാഗമാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഹോളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ഹോളാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ നമുക്ക് ഈ ഹോളിൻ്റെ ഡെപ്ത്ത് അളക്കണം വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഹോള് നമ്മൾ വരയ്ക്കുമ്പോൾ ശരിക്കും ഇത്രയേ ഉള്ളൂ വിചാരിക്കുക. ഇത്രയാണ് ഇതിൻ്റെ ഹോളുള്ള വരുന്നത് വിചാരിക്കുക. ഈ ഹൈറ്റിലേ വരുന്നുള്ളൂ വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ ഹോളിൻ്റെ ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വെർനിയർ ഡെപ്ത് ഗേജിൻ്റെ ആ സ്കെയിൽ ഉണ്ടല്ലോ, ആ സ്കെയിൽ ഇതിൻ്റെ താഴേക്ക് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, സ്കെയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കും. ശേഷം എന്ത് ചെയ്യും, നമുക്ക് ആ ബേസിനെ അല്ലെങ്കിൽ സ്കെയിലിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതായത് ബേസ് ഒരു ഭാഗത്ത് ഫിക്സ് ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബേസ് എന്ന് പറയുന്ന ഭാഗം എന്താണ്, നമ്മൾ ജസ്റ്റ് കളർ മാറ്റി വരയ്ക്കാം. ഇതാണ് ബേസ് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്തു, ഈ ബേസിനെ നമ്മുടെ ഈ വർക്ക് പീസിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെച്ചു. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ സ്കെയിലിന് എന്ത് ചെയ്യാം, ടു ആൻഡ് ഫ്രോം മോഷനിൽ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബേസ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഭാഗമാണ് നമ്മുടെ ബേസ്. അതായത് നമ്മുടെ ആ ഒരു റെഫറൻസ് പ്ലെയിനെ, നമ്മുടെ ഈ വർക്ക് പീസിൻ്റെ റെഫറൻസ് പ്ലെയിനിൽ വെക്കുന്ന ഭാഗമാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ബേസ് ഈസ് ദ ഫൈനലി ഗ്രൗണ്ട്, അതായത് ഫൈനലി ഗ്രൗണ്ട് ചെയ്തൊരു പോർഷനാണ് ബേസിൻ്റെ താഴ്ഭാഗം. വളരെ നീറ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തൊരു ഭാഗമായിരിക്കും ഉണ്ടായിരിക്കുക. വളരെ ആക്യുറേറ്റ് ആയിട്ടൊരു ഭാഗമാണ് ഉണ്ടായിരിക്കുക. ഫ്ലാറ്റ് സർഫസ് ആണ് ഉണ്ടായിരിക്കുക. ദിസ് ഈസ് എ ഫൈനലി ഗ്രൗണ്ട് ആൻഡ് ഫ്ലാറ്റ് സർഫസ് ദാറ്റ് റെസ്റ്റ് ഓൺ ദ റെഫറൻസ് പ്ലെയിൻ ഓഫ് ദ വർക്ക് പീസ്. നമ്മൾ പറഞ്ഞ പോലെ വർക്ക് പീസിൻ്റെ റെഫറൻസ് പ്ലെയിനിലാണത് റെസ്റ്റ് ചെയ്യുക. ഫ്രം വിച്ച് ദ ഡെപ്ത് മെഷർമെൻറ്റ് ഈസ് ടേക്കൺ. നമ്മൾ എന്ത് ചെയ്യും, ആ റെഫറൻസ് പ്ലെയിനിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെപ്ത് മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നത്. ദ വെർനിയർ സ്കെയിൽ ഈസ് പാർട്ട് ഓഫ് ദ മൂവബിൾ ഹെഡ് ദാറ്റ് സ്ലൈഡ്സ് ഓൺ ദ മെയിൻ സ്കെയിൽ ബീം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു വെർനിയർ സ്കെയിലും കൊടുത്തിട്ടുണ്ട്. അതായത് മൂവബിൾ ഹെഡിൻ്റെ ഭാഗമായിട്ട് വെർനിയർ സ്കെയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫിഗറിൽ കാണുന്ന പോലെ നമ്മുടെ ഈ സ്കെയിൽ താഴോട്ട് മേലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്കിവിടെ വെർനിയറിൽ അതിൻ്റെ അളവുകൾ മാറ്റം കിട്ടും. നമുക്ക് സാധാരണ വെർനിയർ കാലിപ്പർ ഉണ്ട്, അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം താഴേക്ക് ഇറങ്ങി പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡെപ്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ അടുത്ത് ബീമാണ് പറയാൻ പോകുന്നത്. ബീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്കെയിലാണ്, മെയിൻ സ്കെയിലാണ്. അതായത് എ നാരോ ഗ്രാജുവേറ്റഡ് സ്റ്റീൽ റൂൾ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ബേസ്. അല്ലേ, നമുക്കറിയാം ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ സ്കെയിൽ ഉള്ളത് അല്ലേ. ദി സ്കെയിൽ കണ്ടെയ്ൻസ് ദ മെയിൻ സ്കെയിൽ ഡിവിഷൻസ്. നമ്മൾ കണ്ട പോലെ അവിടെ മെയിൻ സ്കെയിൽ റീഡിങ് അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ ഡിവിഷൻസ് അതിലുണ്ടായിരിക്കും. ആൻഡ് സ്ലൈഡ്സ് ത്രൂ എ ഹോൾ. അപ്പോൾ നമ്മുടെ ആ ബേസിൻ്റെ ഹോളിൻ്റെ അകത്ത് കൂടി നമ്മുടെ സ്കെയിൽ എന്ത് ചെയ്യുക, താഴോട്ടും മേലോട്ടും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഹോൾ ഇൻ ദ ബേസ്. ദ ബോട്ടം എൻഡ് ഓഫ് ദ ബീം ഈസ് ദ മെഷറിംഗ് ഫേസ്. അപ്പോൾ നമ്മുടെ ഈ ബീമിൻ്റെ അല്ലെങ്കിൽ ബീം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിൻ സ്കെയിലാണ്. ഈ ബീമിൻ്റെ ബോട്ടം എൻഡാണ് നമ്മുടെ താഴത്തെ ആ ഒരു റെഫറൻസ് പ്ലെയിൻ. അല്ലെ, ഹോൾ അളക്കുമ്പോൾ ഹോളിൻ്റെ ഏറ്റവും താഴെ നമ്മൾ ചെന്ന് മീറ്റ് ചെയ്യുന്ന ഭാഗം ഈ ഒരു പോയിൻ്റ് ആയിരിക്കും. സോ ദ ബോട്ടം എൻഡ് ഓഫ് ദ ബീം ഈസ് ദ മെഷറിംഗ് ഫേസ്. അല്ലെ, മെഷറിംഗ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മെയിൻ സ്കെയിൽ അല്ലെ, ബീം എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിലാണ്. ആ മെയിൻ സ്കെയിലിൻ്റെ ബോട്ടം എൻഡാണ് മെഷറിംഗ് ഫേസിൽ എന്ത് ചെയ്യുന്നത്, മെഷറിംഗ് ഫേസ് എന്ന് പറയുന്നത്. അടുത്ത വെർനിയർ സ്കെയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. വെർനിയർ സ്കെയിൽ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഒരു ഏറ്റവും എന്താ പറയുക, ഏറ്റവും കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടാനായിട്ട്, മൈന്യൂട്ടായിട്ടുള്ള റീഡിങ് കിട്ടാൻ നമ്മൾ അവിടെ വെർനിയർ സ്കെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. പിന്നെ ലോക്കിംഗ് സ്ക്രൂ ആണ്. ലോക്കിംഗ് സ്ക്രൂ നമ്മളെന്ത് ചെയ്യും, വെർനിയറിൽ നമ്മളെന്ത് ചെയ്യും, ആ ഡെപ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്കെയിൽ സെറ്റ് ചെയ്ത് വെച്ച ശേഷം എന്ത് ചെയ്യും, നമ്മളതിനെ ടൈറ്റ് ചെയ്യണം. അല്ലെ, നമുക്ക് റീഡിങ് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ആ ഡെപ്തിലേക്ക് നമ്മൾ സ്കെയിലിനെ ഇറക്കി വെച്ച ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യും. അതിനാണ് ലോക്കിംഗ് സ്ക്രൂ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലേ, അപ്പോൾ നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യും, കറക്റ്റ് ആ ഡെപ്തിൽ നമ്മൾ ഈ ഒരു ബേസ് വെച്ചിട്ട് നമ്മൾ സ്കെയിൽ താഴോട്ട് മൂവ് ചെയ്തിട്ട് ഡെപ്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ശേഷം നമ്മൾ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യും, ഇങ്ങനെ ലോക്കാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോക്കിംഗ് സ്ക്രൂ കൊടുക്കുന്നത് യൂസ്ഡ് ടു ക്ലാമ്പ് ദ ബീം. അല്ലെ, ബീമിനെ അല്ലെങ്കിൽ മെയിൻ സ്കെയിലിനെ ക്ലാമ്പ് ചെയ്യാനാണ് നമ്മൾ ആ ലോക്കിംഗ് സ്ക്രൂ കൊടുക്കുന്നത്. ടു ദ ഹെഡ്, ആ ഹെഡുമായിട്ട് ക്ലാമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ലോക്ക് ചെയ്യാൻ നമ്മൾ ആ ഒരു ലോക്കിംഗ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്. വൺസ് ദ കറക്റ്റ് ഡെപ്ത് ഹാസ് ബീൻ റീച്ച്ഡ്, കറക്റ്റ് ഡെപ്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ലോക്ക് ചെയ്യണമെന്നാണ് നമ്മൾ ലോക്കിംഗ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്. സെക്യൂറിങ് ദ മെഷർമെൻറ്റ് ഫോർ റീഡിങ്, അതായത് റീഡിങ് എടുക്കുമ്പോൾ ആ ഒരു മെഷർമെൻറ്റിന് സെക്യൂർ ചെയ്യാനായിട്ട് ആ ലോക്കിംഗ് സ്ക്രൂ നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ആണ്. നിങ്ങൾ സാധാരണ വെർനിയർ കാലിപ്പറിൽ കണ്ട പോലെ തന്നെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്ത് ചെയ്യും, നമുക്ക് ചെറിയ മൈന്യൂട്ട് റീഡിങ്സ് എന്ത് ചെയ്യാം, നമുക്ക് മാറ്റം വരുത്താൻ പ്രിസൈസ് മൂവ്മെൻറ്റ്സ് കൊടുക്കാനാണ് നമ്മൾ ബീമിൽ എന്ത് ചെയ്യുന്നത്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു വെർനിയർ ഡെപ്ത് ഗേജിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്ന ഭാഗങ്ങൾ. നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കാനും പഠിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നതും പഠിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള
ബേസും ബീമും വെർനിയർ സ്കെയിലും ലോക്കിംഗ് സ്ക്രൂവും അതുപോലെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂവിനെ കുറിച്ചും മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മെഷർ ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിളോട് നീറ്റായിട്ട് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഒരു ഹോളിൻ്റെ ഡെപ്ത് അളക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ബേസ് എന്ത് ചെയ്യും, റെഫറൻസ് പ്ലെയിനായിട്ട് സെറ്റ് ചെയ്ത് വെക്കും അല്ലേ. ബേസ് നമ്മൾ എന്ത് ചെയ്യും, ആ ഹോളിൻ്റെ സർഫസിൽ മേലത്തെ സർഫസിൽ നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു വെർനിയർ സ്കെയിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ സ്കെയിൽ നമുക്ക് താഴോട്ട് മേലോട്ട് നമുക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ശേഷം എന്ത് ചെയ്യും, നമ്മളിവിടുത്തെ സ്ക്രൂ ഉപയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യും. ശേഷം എന്ത് ചെയ്യും, നമ്മളിവിടെ വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലിനും റീഡിങ് നോക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മളതിൻ്റെ ആ ഒരു റീഡിങ് നോട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഫൈനലി എന്ത് ചെയ്യും, രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്താണ് നമ്മൾ ആ ഒരു ആക്യുറേറ്റ് റീഡിങ്ങിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ വെർനിയർ ഡെപ്ത് ഗേജിൻ്റെ ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ സോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക, അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി വെക്കുക. സോ നമ്മുടെ MSMൻ്റെ ക്ലാസ് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.